ആലപ്പുഴയിലെ വൈദ്യുതിക്കണി കൊലപാതകത്തിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒന്നാം പ്രതിയായ കിരണിന്റെ അച്ഛന്റെയും അമ്മയുടെയും അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. അയൽവാസിയായ വൈദ്യുതിക്കണി ഒരുക്കി കൊലപ്പെടുത്തിയ കിരണിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘു, ഇപ്പോൾ ഇവർ 2 പേരും അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിന്റെ ചിത്രം ഇതോടുകൂടി വ്യക്തമായോ? തീർച്ചയായും വ്യക്തമായി രാജീവ്. കാരണം ഈ കൊലപാതകത്തിൻ്റെ പ്രേരണ എന്ന് പറയുന്നത് കിരണിൻ്റെ അമ്മയായ അശ്വമ്മയോട് ദിനേശിനുണ്ടായിരുന്ന അടുപ്പമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായി. എന്ന് മാത്രമല്ല, കിരണും അച്ഛൻ കുഞ്ഞുമോനും സഹായത്തോടു കൂടിയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകം നടത്തിയത് വീടിന് പിറകിൽ വെച്ച് തന്നെയാണ് വൈദ്യുതി കെണി, അതായത് മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കാറുള്ള, സാധാരണ നിലയിൽ കിരൺ ഉപയോഗിക്കാറുള്ള വൈദ്യുതി കെണി വെച്ചാണ് ദിനേശിനെ കൊലപ്പെടുത്തിയത്. മരണം ഉറപ്പാക്കാൻ വേണ്ടി വീണ്ടും വയറുപയോഗിച്ച് കയ്യിൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കുകയും ചെയ്തു. ശേഷം കുഞ്ഞുമോൻ്റെ സഹായത്തോടു കൂടി വീടിന് തൊട്ടടുത്തുള്ള വെളിംപ്രദേശത്ത് കൊണ്ടുപോയി മൃതദേഹം ഒഴിവാക്കുകയായിരുന്നു. ഇതുകൊണ്ടാണ് കുഞ്ഞുമോനെ കേസിൽ പ്രതി ചേർത്തത്. കൊലപാതകം നടന്ന വിവരം പോലീസിനെയോ നാട്ടുകാരെയോ അറിയിക്കാത്തതിനാണ് അശ്വമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇന്നലെ വൈകുന്നേരം തന്നെ കിരണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അല്പസമയത്തിനകം ഈ 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. ശേഷം 3 പ്രതികളെയും ഒന്നിച്ച് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയാണ് ദിനേശിന്റെ മൃതദേഹം വീടിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്ത് കണ്ടെത്തിയത്. ഒരുപക്ഷെ ഇയാൾ ഏതെങ്കിലും രീതിയിൽ വിഷം കഴിച്ചോ മറ്റോ മരിച്ചതാകാം എന്നുള്ളതായിരുന്നു നാട്ടുകാർ കരുതിയിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ വൈദ്യുതാഘാതമേറ്റതാണ് മരണകാരണമെന്ന് കണ്ടെത്തി. പുന്നപ്പുറ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാവും, അവിടെ വൈദ്യുതാഘാതം ഏൽക്കാനുള്ള യാതൊരു വിധമായ സാഹചര്യവുമില്ല. ഒഴിഞ്ഞൊരു പ്രദേശമാണ്, അടുത്തെങ്ങും വീട്ടുകാരില്ല. എന്ന് മാത്രമല്ല, ആകെയുള്ളത് ഒരു വലിയ 11 kV ലൈൻ കടന്നു പോകുന്ന ഒരു സ്ഥലം മാത്രമാണ്. അത്തരത്തിൽ അവിടെ വൈദ്യുതി 11 kV ലൈൻ പൊട്ടി വീഴുകയോ ഏതെങ്കിലും രീതിയിൽ വൈദ്യുതി വന്നവിടെ ഇയാൾക്ക് വൈദ്യുതാഘാതമേക്കാനുള്ള സാധ്യതയില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ദിനേശിനുമായി ശത്രുതയുള്ള ആരൊക്കെയാണെന്ന് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിരണും ദിനേശിനും, അല്ലെങ്കിൽ കിരണിൻ്റെ വീട്ടുകാരും ദിനേശിനും തമ്മിൽ സ്ഥിരം വഴക്കാണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് കിരണിനെയും ഒപ്പം തന്നെ അച്ഛൻ കുഞ്ഞുമോനെയും അമ്മ അശ്വമ്മയെയും കേസിൽ അറസ്റ്റ് ചെയ്തത്.